ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുടി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം ഓരോ തവണയും പെൻസിൽ ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത്. എങ്കിലും നമുക്ക് ഓരോ മുടി ഇഴ പോലെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ 3 പെൻസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 8B 10B അതുപോലെ തന്നെ 6B എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇച്ചിരി ഒന്ന് ലൈറ്റായിട്ടാണ് വരച്ച് പോകുന്നത്. പിന്നെ നമുക്ക് 10Bയും 8Bയും യൂസ് ചെയ്യാം. അതായത് മുടിയുടെ ഡാർക്ക്നെസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ സ്ഥലത്തും നമ്മൾ ഒരേപോലെ അല്ല മുടി ഷെയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാർക്ക്നെസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ നമ്മൾ മുടിയുടെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം നമ്മൾ ആ മുടി ഈരി വെച്ചേക്കുന്ന ആ ഒരു സ്റ്റൈൽ നോക്കിയിട്ട് ആ ഒരു ഹെയർ സ്റ്റൈൽ നോക്കിയിട്ട് നമ്മൾ അതേപോലെ ആ ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോലെ നിങ്ങൾ നോക്കി വരയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിന് നടുവിലായിട്ട് നമ്മൾ ഒരുപാട് കട്ടിക്ക് കൊടുക്കുന്നില്ല, അത് ഒരുപാട് ഡാർക്ക്നെസ് അവിടെ കൊടുക്കുന്നില്ല. അതേസമയം നമ്മൾ ആ മുടി നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് തുടങ്ങുന്ന ഭാഗത്തും അതുപോലെ തലയുടെ ടോപ്പിലായിട്ട് വരുന്ന ഭാഗത്തും നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതി വേണം വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നടുവിലായിട്ടുള്ള ഭാഗത്ത് ഒരുപാട് ഡാർക്ക്നെസ് കൊടുക്കണ്ട. അവിടെ നമ്മൾ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസായിട്ട് അത് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം പോലെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ ഹെയർ വരയ്ക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം നമ്മൾ 8B ഉപയോഗിച്ചിട്ട് അടുത്ത ലെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഡാർക്ക്നെസ് കൂടിയ ഭാഗത്തൊക്കെ നമ്മൾ ഇപ്പോൾ 8Bയും 10B ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. മുടി വരയ്ക്കുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു. ആ സമയത്ത് കുറേ നാൾ മുമ്പാണ് ഞാൻ ആ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്കിലും വീണ്ടും ചോദിച്ച സമയത്ത് നമുക്കൊന്നുകൂടെ നല്ല രീതിയിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മളൊരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വരയ്ക്കാനും അതുപോലെ തന്നെ ഷെയ്ഡിങ്ങുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമയം വേണ്ടി വരുന്ന കാര്യം. മുടി വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങളുടെ മുടിയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. കാരണം വെച്ചാൽ ഇങ്ങനെ ലോങ് ഹെയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആണുങ്ങളുടെ മുടിയാകുമ്പോൾ നമുക്ക് അത്രയും ഇല്ല. എങ്കിലും അതും സമയം വേണം. പക്ഷേ എങ്കിലും പെണ്ണുങ്ങളുടെ മുടി വരയ്ക്കുന്ന അത്രയും തന്നെ സമയം നമുക്ക് അതിന് വേണ്ടി വരത്തില്ല. ആണുങ്ങളുടെ മുടി വരയ്ക്കുന്ന ആ ഒരു ട്യൂട്ടോറിയൽ ഞാൻ വലിയ താമസിക്കാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ട് ഇത് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പറ്റുമെങ്കിൽ ആ ഒരു ഡ്രോയിങ് എനിക്ക് അയച്ചു തരുമ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് അയച്ചു തരിക കേട്ടോ. അതിനുശേഷം നമുക്ക് ആണുങ്ങളുടെ മുടി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കെല്ലാം പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ലെന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആ പെൻസിലിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് പോകുന്നതനുസരിച്ച് വീണ്ടും ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രഷാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണ് വരച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ ഡ്രോയിങ് ടൂളിന് അതിൻ്റെതായ ആ ഒരു ഉപയോഗമുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണ് വരച്ചപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പേപ്പർ സ്റ്റമ്പാണ്. നമുക്ക് ബ്രഷ് അവിടെ ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. നമ്മൾ ഡ്രോയിങ് മുമ്പോട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിയാൽ മതി. ഒരുപാട് ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങിക്കൊട്ടേണ്ട കാര്യമൊന്നുമില്ല. ബ്രഷൊക്കെ നമുക്ക് എന്തായാലും യൂസ് ആവുന്ന കാര്യമാണ്. അതുകൊണ്ട് ബ്രഷ് വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ ബ്രഷ് വാങ്ങി വെക്കുക. അതുപോലെ പേപ്പർ സ്റ്റമ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും നിങ്ങൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പെൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതിൽ ആർട്ട് ലൈനും ബ്രഷ് ടോയും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ആർട്ടിലാണ് വലിയ റേറ്റ് വരുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പറും അത്യാവശ്യം GSM കൂടിയ പേപ്പർ വാങ്ങുക കേട്ടോ. ഞാനിപ്പോൾ 250 GSM പേപ്പറിലാണ് വരയ്ക്കുന്നത്. ഐവറി പേപ്പറാണ്, 250 GSM പേപ്പറാണ്, A4 ആണ്. അപ്പം ഇത് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പേപ്പർ തന്നെ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാം, അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ചെയ്യാനും വേണ്ടി കൊള്ളാവുന്നതാണ്. അനുപം ഐവറി പേപ്പർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയുടെ ആ മുകളിലത്തെ ഭാഗം, ആ മുടി ഈരി വെച്ചേക്കുന്ന ആ ഒരു സ്റ്റൈലനുസരിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് താഴേക്കാണ് വരയ്ക്കാനുള്ളത്. അപ്പം താഴോട്ട് കിടക്കുന്ന പോലെയാണ് നമ്മൾ മുടി വരച്ച് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് ആദ്യം 6B പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഡാർക്ക്നെസ് കൂട്ടിക്കൊണ്ടുവരിക. അതായത് 8B 10B നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വരച്ചേക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾ നോക്കുക. നമ്മൾ ആ നടുവിലായിട്ട് ഒരുപാട് ലൈറ്റ് അല്ല ഒരുപാട് ഡാർക്കായിട്ട് കൊടുത്തിട്ടില്ല, ലൈറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതേസമയം നമ്മൾ രണ്ട് സൈഡിലും മുകളിൽ നിന്ന് ഇങ്ങോട്ടുള്ള സൈഡും അതുപോലെ താഴെ നിന്ന് മുകളിലോട്ടുള്ള സൈഡ് നമ്മൾ ഡാർക്ക്നെസ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം പോലെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റ് അടിക്കുന്ന ഏരിയാസ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഞാനിത് ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു ഡ്രോയിങ്ങാണ്. അപ്പം കുറച്ച് സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജായിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ എന്തായാലും തരും, ഉറപ്പായിട്ടും തരും. നിങ്ങൾ ചോദിച്ചോളുക. പിന്നെയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണിൻ്റെ വരച്ചിട്ടുണ്ടായിരുന്നു ആ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരച്ച് നോക്കിയോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷേ പലരും അതിനെക്കുറിച്ചൊന്നും പറയാറില്ല അല്ലെങ്കിൽ റിപ്ലൈ തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരണോ, അല്ലെങ്കിൽ ഡ്രോയിങ് കുറച്ചുകൂടി ഈസി ആക്കി ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് വീഡിയോയിൽ. അതുപോലെ തന്നെ ഇനി എന്ത് ട്യൂട്ടോറിയലാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ആ ഒരു കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാമോ. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഓരോ പാർട്ടായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ മുടി വരയ്ക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മൂക്ക് വരയ്ക്കുന്ന വീഡിയോ വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് എങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഡ്രോയിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നത് എന്ത് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ചെറിയ പാർട്ടായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. എനിക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല, കാരണം നമുക്കൊരു ഫേസൊക്കെ ഫുള്ളായിട്ട് വരയ്ക്കുന്ന സമയത്താണ് എനിക്കും ഇപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരുന്ന കാര്യം. അതേസമയം ഒരു ചെറിയ ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ എനിക്കും പെട്ടെന്ന് ചെയ്ത് വെക്കാനും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കാനും സാധിക്കും. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. പലരും ലൈക്കൊന്നും ചെയ്യാറില്ല. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും, പക്ഷേ അവർക്ക് നല്ലൊരു ഡ്രോയിങ് ട്യൂട്ടോറിയൽ കിട്ടുന്നുണ്ടാവില്ല, വീഡിയോസ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മിക്ക വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്, ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർ എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഡ്രോയിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമുക്ക് നല്ല സമയം വേണ്ടി വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഡ്രോയിങ് പഠിച്ചെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നിങ്ങൾ ഡ്രോയിങ്ങിലേക്ക് വരല്. നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി തുടങ്ങുക. എൻ്റെ ഓൾഡ് ഡ്രോയിങ് ഒക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോയിങ് നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ പണ്ട് എങ്ങനെയാണ് വരച്ചുകൊണ്ടിരുന്നതെന്നും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കും മുമ്പോട്ടുള്ള സമയത്ത്. അപ്പം അത് പെട്ടെന്ന് പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ദിവസം ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് പഠിക്കാൻ വരുന്ന ആൾക്കാരിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് ഡ്രോയിങ് കൂടുതലായിട്ടും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും, മനസ്സിലാക്കാനും സാധിക്കും. ചെറിയൊരു സംശയം പോലെ അവർ ചോദിച്ചാൽ അതിന് മറുപടി കൊടുത്ത് അവരെ ആ ഒരു ഡൗട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് ഡ്രോയിങ് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നാൽ പിന്നെ ഒരുപാട് പേര് ഡ്രോയിങ് ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഡ്രോയിങ് വർക്കുകൾ കിട്ടുന്നുണ്ട്. ചിലർ നല്ല ഡ്രോയിങ് ഒക്കെ ചെയ്ത് ഇട്ട് കാണുന്ന സമയത്ത് ചിലർക്ക് മനസ്സിൽ തോന്നും എനിക്കും അതുപോലെ ചെയ്യാൻ പറ്റിയാലെന്നൊക്കെ തോന്നും. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ അതിനുള്ളൊരു സമയവും ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മുടെ ഈ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.